ഉഷ ഹസീനിലേക്ക് പോകുന്നു. ശ്രീമതി ഉഷ ഹസീന, ഇവിടെ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോഴും അതിൻ്റെ പൂർണ്ണരൂപത്തിൽ പുറത്തേക്ക് വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ പോലും 5 വർഷത്തോളം പൂഴ്ത്തിവെക്കപ്പെട്ടിരുന്ന ആ റിപ്പോർട്ട് പുറത്തു വന്ന് നമ്മൾ കരുതിയതിൻ്റെ 10 മടങ്ങ് ഇമ്പാക്റ്റിലേക്ക് അതിൻ്റെ കാര്യങ്ങൾ പോവുകയാണ്. ആ ഇമ്പാക്റ്റ് അത് കോടതി വ്യവഹാരങ്ങളിലേക്കും കേവലം ആരോപണങ്ങൾക്കപ്പുറം പരാതികളിലേക്കും മൊഴിയെടുപ്പിലേക്കും ഒക്കെ പോകുന്നു. ഒരുപക്ഷെ അടുത്ത ഘട്ടത്തിൽ ഉറപ്പായും അത് അറസ്റ്റിലേക്കും കൂടുതൽ നിയമപ്രശ്നങ്ങളിലേക്കൊക്കെ അത് പോകാനും ഇടയുണ്ട്. ഉഷ ഹസീന, ഇതിൻ്റെ ആത്യന്തിക ലക്ഷ്യമായ അല്ലെങ്കിൽ സിനിമാ മേഖലയിലെ കുത്തഴിഞ്ഞു കിടക്കുന്ന അല്ലെങ്കിൽ വേട്ടക്കാരുടെ ഒരു സംഘം വേട്ടക്കാർ വളരെ സജീവമായി എല്ലാവരും അങ്ങനെയാണെന്നല്ല, ആ മേഖലയോടൊരു ശുചീകരണ പ്രവർത്തനം തുടങ്ങി എന്ന് കരുതാൻ കഴിയുമോ ശ്രീമതി ഉഷ ഹസീന? മാറ്റത്തിൻ്റെ തുടക്കം ആണ് ഇത്. പോസിറ്റീവായിട്ടാണ് നമ്മളെല്ലാവരും കാണുന്നത്. നമ്മൾ ആ രീതിയിൽ ഇത് വരണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. പക്ഷേ ഇതിൽ ഇപ്പോൾ നമ്മുടെ കുറേ ആൾക്കാർ, നമ്മൾ കുറച്ച് ദിവസമായിട്ട് നമ്മളെല്ലാവരും പറയുന്നുണ്ട് പരാതിയുള്ളവർ കംപ്ലൈൻറ്റുമായിട്ട് വരട്ടെ എന്ന് നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ കംപ്ലൈൻറ്റുമായിട്ട് വരുന്ന എല്ലാവരും ജെനുവിനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇന്നലെ പറഞ്ഞ ആൾ ഇന്ന് മാറ്റിയാണ് പറയുന്നത്. 2-3 പേര് അങ്ങനെ മാറ്റി പറയുന്നത് കാണുമ്പോൾ നമുക്കിതിനകത്തൊരു എല്ലാവരും ജെനുവിനായിട്ടല്ലേ, ആർക്കെങ്കിലും ഇട്ട് പണി കൊടുക്കാൻ വേണ്ടിയിട്ട് ദയവ് ചെയ്ത് നിങ്ങൾ വരരുത്. ഇതൊരു വലിയ മാറ്റത്തിൻ്റെ തുടക്കമാണ്. അപ്പോൾ നിങ്ങൾ സ്ത്രീകൾ മുന്നോട്ട് വരണമെന്ന് പറഞ്ഞത് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ വാക്ക് കേട്ട് വേറെ ദുരുദ്ദേശത്തോടു കൂടി, ഏത് തരത്തിലുള്ള ദുരുദ്ദേശത്തോടു കൂടിയും ഈ കാര്യവും പറഞ്ഞ് വരരുത്. അത് നല്ലതല്ല. മറ്റുള്ളവർ ഇപ്പോൾ ജെനുവിനായിട്ട് പറയുന്നവരെയും കൂടെ ബാധിക്കും. അതും ആരും വിശ്വസിക്കാത്ത ഒരു നില ഉണ്ടാവരുത് എന്നാണ് പറയുന്നത്. അത് ശരിയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ നിക്ഷിപ്ത താല്പര്യക്കാർ കൂടി ഇതിലേക്ക് കടന്നുകൂടിയാണെങ്കിൽ ഒരു വലിയ കോസിനെ, അതിൻ്റെ മെറിറ്റിനെ റദ്ദാക്കുകയാകും. ഒരുപക്ഷെ ഈ പറയുന്ന പവർ ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്നവർ മനഃപൂർവ്വം ആൾക്കാരെ കൊണ്ട് അതിൻ്റെ ജനുവിൻ്റെ തകർക്കാനുള്ള നീക്കങ്ങളൊക്കെ നടത്തിയേക്കാം. അതുകൊണ്ട് ശ്രദ്ധ വേണമെന്ന് പറയുകയാണ്, ശരിയാവണ്ണം പറയുകയാണ്. ശ്രീമതി ഉഷ ഹസീന, ഇപ്പോൾ താങ്കൾ കണ്ണൂരിൽ പുക്കസയുടെ പരിപാടിയിൽ നിന്ന് പങ്കെടുക്കുകയായിരുന്നു. ഉഷ, ഇപ്പോഴും ഈ പറയുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അൺടച്ചഡ് ആയിരിക്കുകയാണ്. അത് 10-ാം തീയതി കോടതി പരിഗണിക്കും, അപ്പോൾ ചെയ്യാം എന്ന് സർക്കാരിന് ഇപ്പോൾ ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങൾ പോലും ചെയ്യാതിരിക്കുകയാണ്. അതിനുശേഷം വരുന്ന ആരോപണങ്ങളാണ് അന്വേഷണ സംഘം ഈ പറയുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉയർന്നിരിക്കുന്ന ഗുരുതര ആരോപണങ്ങളെ അങ്ങോട്ടേക്ക് നോക്കുന്നതേയില്ല, അത് വായിച്ചു നോക്കുന്നതേയില്ല. ഇപ്പോഴും പുറത്തു വരാത്ത എന്തൊക്കെയോ ഭൂകമ്പം ഉണ്ടാക്കാനിടയുള്ള 89 പേജുകൾ സർക്കാരിൻ്റെ പക്കൽ ഇപ്പോഴും അവിടെ സുരക്ഷിതമായിരിക്കുന്നു. പൂഴ്ത്തിവെച്ചു 5 വർഷക്കാലത്തോളം ഹേമയുടെ ഒരു കത്തിനെ ചൊല്ലി അത് പൂഴ്ത്തിവെച്ചു എന്ന ആരോപണം അവിടെ നിൽക്കുകയാണ്. ഈ പറയുന്ന കോലാഹലങ്ങൾക്കപ്പുറം താങ്കൾക്ക് ഈ സർക്കാരിൽ പരിപൂർണ്ണ പ്രതീക്ഷയുണ്ടോ ശ്രീമതി ഉഷ ഹസീന? അങ്ങനെ പരിപൂർണമായിട്ട് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയത്? എല്ലാത്തിനും ഉചിതമായ സമയത്ത് സർക്കാർ ഉചിതമായ തീരുമാനങ്ങൾ എടുത്തിരിക്കും. ഇപ്പോൾ ജനറൽ സെക്രട്ടറി രാജിവെച്ചതുപോലെ, അതല്ലെങ്കിൽ എന്താ പറയുക, സർക്കാരിന് അതുപോലുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാൻ പറ്റുമോ? ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് ഒരുപാട് ചിട്ടവട്ടങ്ങളുണ്ട്. ആ രീതിയിൽ ഇത്തിരി സമയം എടുത്താണെങ്കിലും പോസിറ്റീവായിട്ട് ഇത് സ്ത്രീപക്ഷം തന്നെ നമ്മുടെ സർക്കാരിൽ നിന്ന് സ്ത്രീകൾക്ക് നീതി വാങ്ങിക്കൊടുത്തിരിക്കും.